ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ശിവാലയ ഓട്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. തിരുവനന്തപുരം, കന്യാകുമാരി ജില്ലകളിലെ പ്രസിദ്ധമായ ആചാരമാണ് ശിവാലയ ഓട്ടം. കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതാണ് ശിവാലയ ഓട്ടം എന്ന പേരിൽ പ്രസിദ്ധമായത്. ശിവാലയ ഓട്ടത്തിലെ അവസാന ക്ഷേത്രമായ തിരുനട്ടാലം ക്ഷേത്രത്തിൽ നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, 12 ശിവക്ഷേത്രങ്ങളാണ് ശിവാലയ ഓട്ടത്തിൽ ഏറ്റവും പരമപ്രധാനം. അതിൽ 12ാമത്തെ ശിവക്ഷേത്രത്തിലേക്ക് ശിവാലയ ഓട്ടം എത്തിയിട്ടുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇപ്പോൾ തിരുനട്ടാലം ശിവക്ഷേത്രമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇവിടേക്കാണ് അവസാനമായി ഭക്തർ എത്തി. ഇവിടെ ദർശനം കഴിഞ്ഞ ശേഷമാണ് ശങ്കരനാരായണ പ്രതിഷ്ഠയെ വണങ്ങി ഈ ഒരു ശിവാലയോട്ടം പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരക്കുണ്ട്, ഭക്തജനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും ഒരുപാട് പേർ ഓരോ ക്ഷേത്രങ്ങളിലായി അങ്ങനെ ദർശനം നടത്തി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പുറത്തൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കുളം കാണാം. ഈ കുളത്തിൽ ഇറങ്ങി കുളിക്കുന്ന ഓരോ ഭക്തജനങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ കയറി ദർശനം നടത്തിയ ശേഷം ശങ്കരനാരായണ പ്രതിഷ്ഠയിലേക്ക് എത്തുമെന്നുള്ളതാണ്. നമുക്കെന്തായാലും ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനും. അതോടൊപ്പം തന്നെ ഈ 12 ക്ഷേത്രവും പൂർത്തിയാക്കിയിട്ടുള്ളവരൊക്കെ ഇവിടെ എത്തി ഈ കുളത്തിൽ കുളിച്ച ശേഷം അടുത്ത വിഷ്ണുനാരായണ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെത്തി ആ ഒരു ശങ്കരനാരായണ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെത്തി വണങ്ങിയ ശേഷം ഇവിടുന്ന് മടങ്ങുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ പോകുന്നത് ഈ ശങ്കരനാരായണ പ്രതിഷ്ഠ, അതായത് ഈ തിരുനട്ടാലം ശിവക്ഷേത്രത്തിന് മുന്നിൽ തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ ശിവാലയത്തിന് എത്തുന്ന എല്ലാ ഭക്തരും എല്ലാവരും അങ്ങനെ കയറുന്നത്. അതായത് ഈ 12 ക്ഷേത്രവും പൂർത്തിയാക്കിയ ശേഷം അവർ കയറുന്ന ക്ഷേത്രമാണ് ഈ ഒരു ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. അതായത് ഇവിടെ വിഷ്ണുവും ശിവനും ഒന്നാണ്, അല്ലെങ്കിൽ ശൈവവും വൈഷ്ണവും ഒന്നാണ്, ആ ഒരു ഐക്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഓരോ ഭക്തനെയും, ഇവിടെ എത്തുന്ന ഓരോ ഭക്തനെയും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ഓരോരുത്തരും അങ്ങനെ മടങ്ങുന്നത്. അങ്ങനെ ശിവാലയത്തിൻ്റെ പരിസമാപ്തിയിലേക്ക്, ശിവാലയ ഓട്ടത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഓരോരുത്തരും. അങ്ങനെ ശിവനെയും അതോടൊപ്പം തന്നെ വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ, ഗോവിന്ദ ഗോപാല എന്നുള്ള ആ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവർ ഓരോരുത്തരും ഓരോ ക്ഷേത്രവും കയറി അങ്ങനെ ദർശനം സാധ്യമാക്കി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ അമ്മമാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട്. അവരൊക്കെ തന്നെ ഒരേ സ്വരത്തോടുകൂടി, ഒരേ മനസ്സോടുകൂടി ഈ ഒരു ശിവാലയ ഓട്ടത്തിൽ പങ്കാളികളായവരാണ്. അങ്ങനെ ഇനി അടുത്ത വർഷത്തെ കാത്തിരിപ്പാണ്. എല്ലാവരും അങ്ങനെ ദർശനം നടത്തി പോകുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വരിയിൽ ഇരിക്കുന്ന മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായതാണ്. ശിവാലയ ഓട്ടം കഴിഞ്ഞ് വന്നതാണോ? ഓട്ടം കഴിഞ്ഞ് വന്നത് തന്നെ. എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം? വളരെ നല്ല രീതിയിൽ ദർശനം കിട്ടി. എത്ര വർഷമായി നമ്മൾ ഈ ശിവാലയ ഓട്ടം? ശിവാലയ ഓട്ടം ഞങ്ങൾക്ക് 60 വർഷം കൊണ്ട് ഉള്ള ഇതിൽ തുടർച്ചയായിട്ടില്ല, പക്ഷെ വിട്ട് വരുന്നുണ്ട്. എല്ലാ ദർശനം പൂർത്തിയാക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ ദർശനം പൂർത്തിയാക്കി ഇവിടെ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഈ ശങ്കരനാരായണനെ ദർശിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ അങ്ങനെ വരിയായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്തായാലും രാവിലെ തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ആ തിരക്ക് നമ്മൾ കണ്ടതാണ്. അത് ഓരോ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെ തുടർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ഗോവിന്ദ ഗോപാല വിളികൾ ഉയർന്നു. അങ്ങനെ ശിവനെ സ്തുതിച്ചുകൊണ്ടും ഗോവിന്ദനെ സ്തുതിച്ചുകൊണ്ടും അങ്ങനെ ഓരോ ഭക്തജനങ്ങളും വന്നു ചേർന്നിരിക്കുകയാണ്. ആദ്യം തിരുമലയിൽ നിന്ന് ആരംഭിച്ച് തിക്കുറിശ്ശിയിലും തൃപ്പരപ്പിലും തിരുനന്തിക്കരയിലും പൊന്മനയിലും പന്നിപ്പാകത്തും കൽക്കുളത്തും മേലാങ്കോടും തിരുവിടക്കോടും തിരുവിതാംകോടും പിന്നെ തൃപ്പന്നിക്കോടും ഒക്കെ ദർശനം പൂർത്തിയാക്കി ഈ തിരുനട്ടാലം ശിവക്ഷേത്രത്തിലേക്ക് എത്തി ഇപ്പോൾ ശങ്കരനാരായണന് മുന്നിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളാണ്. അവർ ഓരോരുത്തരും അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായത്. എന്തായാലും അവരൊക്കെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ തൊഴുത് ദൈവങ്ങൾ ഒന്നും കാണാതിരുന്നില്ല, എല്ലാം കണ്ട് ക്ലിയറായി. കണ്ട് അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പ് അത് പൂർത്തിയായല്ലേ? പൂർത്തിയായി. കഴിഞ്ഞ വർഷം വരാൻ പറ്റിയിട്ടില്ല, കാര്യം മരണമായിരുന്നു. ഈ വർഷം വന്നതിന് ഒരു ദൈവഭാഗ്യമാണ്.
അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ദർശനം നടത്തി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ശിവാലയ ഇപ്പോൾ ഈ എത്തുന്നത് ഓട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾ പൂർത്തിയാവുകയാണ്. രാവിലെ ഇന്നലെ മുതൽ ആരംഭിച്ച ശിവാലയ ഓട്ടമാണ് ഇപ്പോൾ 12ാമത്തെ ശിവക്ഷേത്രത്തിലേക്ക്, അതായത് തിരുനട്ടാലം ക്ഷേത്രത്തിലാണ് ഈ ശിവാലയ ഓട്ടം സമ്പൂർണ്ണമാകുന്നത്. അത്തരത്തിലുള്ള 12ാമത്തെ ശിവക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും 12 ക്ഷേത്രങ്ങളിലും നിന്നും നമുക്ക് തത്സമയ സംപ്രേഷണങ്ങളുണ്ടായിരുന്നു. ശിവാലയ ഓട്ടത്തിൻ്റെ എല്ലാ പുണ്യ കാഴ്ചകളും എല്ലാ പുണ്യ ദർശനങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. മനോജാണ് രാവിലെ മുതൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തർക്കൊപ്പം തത്സമയം പങ്കുചേർന്നത്.